ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതൊരു സദ്യയാണ്. എല്ലാവരും സദ്യ കൊടുക്കാൻ എല്ലാവരും തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ കാട്ടാൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ അന്നദാന സദ്യയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അത് കൊടുക്കാനായിട്ട് ഈ അമ്പലത്തിൽ നിന്നുള്ള മാതൃസമിതി അംഗങ്ങളാണ് അതിന് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അന്നദാനം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അതിൻ്റെ ഒരു അംഗമാണ്. അപ്പം നമുക്ക് ഈ സദ്യയെ പോലെ കണ്ടിട്ടൊക്കെ വരാം. ഞാൻ വന്നിട്ട് ഇന്നത്തെ പ്രഥമൻ എന്ന് പറയുന്നത് പാൽപ്പായസമായിരുന്നു. അപ്പം ഇന്ന് രണ്ടാം ഉത്സവമാണ്. ഇനി അങ്ങോട്ട് 8 ഉത്സവമുണ്ട്. അതിൽ 9 ഉത്സവം വരെ നമ്മളിവിടെ സദ്യ കൊടുക്കുന്നുണ്ട്. 9-ാം ഉത്സവം വരെ. 10-ാം ഉത്സവത്തിന് പിന്നെ തൂക്കം, താലപ്പൊലി പിന്നെ ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് സദ്യ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 9-ാം ഉത്സവം വരെ എല്ലാവർക്കും എവിടുന്ന് എത്രത്തോളം ആൾക്കാർ വന്നാൽ അത്രത്തോളം കൊടുക്കാനുള്ള സദ്യ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണം. നമുക്ക് തുടർന്ന് കാണാം. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇനിയും നമ്മുടെ അമ്പലത്തിനെ കുറിച്ചുള്ള ഇനി എല്ലാ ദിവസവും ഉത്സവത്തിൻ്റെ ആ ദിവസങ്ങളായതുകൊണ്ട് ഞാൻ അടുത്ത ഉത്സവത്തിൻ്റെ തന്നെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഞാൻ 10 ഉത്സവം വരെ പൊങ്കാല, അതായത് 10/11 അന്ന് പൊങ്കാലയാണ്. കാട്ടാൽ പൊങ്കാല എന്ന് പറയും. അതാണ് ഇതിൻ്റെ ശരിക്കും മഹത്തായ ഒരു ഉത്സവം. പിന്നെ 10-ാം ഉത്സവത്തിന് തൂക്കം, അത് നമുക്ക് കാണേണ്ടതാണ്. അപ്പം തൂക്കം കഴിഞ്ഞ് 11-ാം അന്ന് നമ്മൾ പൊങ്കാലയും ഇട്ട് വൈകുന്നേരം കുരിശിയും കഴിഞ്ഞ് നടയടയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് വരുമ്പോൾ നമ്മൾ നട തുറക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങ്. 9 ദിവസം സദ്യയുണ്ട്. എല്ലാവരും സദ്യ കഴിക്കണം. സൂപ്പർ സദ്യയാണ്. വെള്ളം കിടക്കണ